ഇതൊന്ന് ശരിയായി കൊടുത്താൽ കഴിഞ്ഞില്ല പ്രശ്നം. ഇതിന് വേണ്ടിയിട്ട് വെറുതെ കരച്ചിലും പിഴിച്ചലും. രണ്ട് സ്ക്രൂ കിട്ടിയ സംഭവം ക്ലിയറായി. എടാ നീയേ രണ്ട് സ്ക്രൂവും ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് എടുത്തിട്ട് വാ. പിന്നെ എനിക്ക് അതല്ലേ പണി. വേണേ ചെന്ന് എടുക്ക്. സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറും വേണം. ഇതിപ്പോ എന്താ സംഭവം? ഇന്നലെ വരെ ഇവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോ ഇതെന്ത് പറ്റി? അതെ, ഇന്നിപ്പോ എന്താ പ്രശ്നം? ഞാൻ രണ്ട് സ്ക്രൂ എടുത്തിട്ട് വരാനല്ലോ പറഞ്ഞുള്ളൂ. അതിനു വേണ്ടിട്ട് ഇത്രമാത്രം ബിൽഡപ്പ് ഇട്ടിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? അതിനാര് ബിൽഡപ്പ് ഇട്ടു? ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ? ഒരു പ്രശ്നമില്ലെങ്കിൽ നിനക്ക് അതങ്ങോട്ട് എടുത്തു തന്നോടെ. വെറുതെ നീ മോഹം കനപ്പിച്ച് നടക്കാൻ നിൽക്കും. ചേടാ, ഇത് എന്തൊരു കഷ്ടാ. എന്റെ ഫേസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കും. അതിനുമുമ്പ് എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട കാര്യമുണ്ടോ? നിന്നോട് ഞാൻ എന്നെ പേടിച്ച് നടക്കണം എന്ന് പറഞ്ഞു. ഒരു കാര്യത്തിലാണ് ഇങ്ങനെ മോഹം കുറിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നീ കാര്യം എന്താ വെച്ചാൽ പറയും, ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോകും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദിവസം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്താ കുഴപ്പം? സന്തോഷം വേണമെന്നേ ഞാൻ മാത്രം തീരുമാനിച്ച പോരാ. അത് രണ്ടുപേരും വിചാരിക്കണം. ബാക്കിയുള്ളവരുടെ സമാധാനം മുഴുവൻ കളഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ നടക്കണം? അതെ, ഇന്നലെ വരെയുള്ള എല്ലാ പ്രശ്നം നീ അങ്ങോട്ട് മറന്നേക്കും. ഇന്നത്തെ പ്രശ്നം മാത്രം പറയും. ഇനിയിപ്പോ എന്റെ കയ്യിലാണ് തെറ്റെങ്കിൽ ഞാൻ സോറി പറയാം, പോരെ? ഒരു സോറി പറഞ്ഞാൽ തീരും. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ അവരുടെ മുമ്പിൽ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ സോറി പറയാം, എന്താ മുഖം കൊണ്ട് നടക്കും. കുറച്ചൊക്കെ മനുഷ്യന്മാരെ കോമൺ സെൻസ് വേണം. എത്ര പ്രാവശ്യം വെച്ചാ പറയാ. എനിക്ക് എത്ര വിഷമായെന്നറിയോ? അതിന് ഞാനിപ്പോ എന്ത് പറഞ്ഞു? നിന്റെ വീട്ടുകാരെ വന്നില്ലേ, എന്തുണ്ട് നീ തുറന്നു പറയും, നല്ല മനുഷ്യൻ മനസ്സിലാവുള്ളൂ. നീ ഇങ്ങനെ മിണ്ടാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാവാനാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. നീ ഇങ്ങനെ മിണ്ടാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാവാനാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. ഒരുമാതിരി. അല്ല നീ മിണ്ടണ്ട. ഈ പ്രശ്നം വെച്ചിട്ടേ 3-4 ദിവസം മിണ്ടാണ്ട് അങ്ങോട്ട് നടക്ക്. അങ്ങോട്ട് പോട്ടെ, ഞാൻ എന്റെ വഴിയും പോവാ. അടുക്കളയിൽ വെള്ളം മറിഞ്ഞു പോയത് അബദ്ധത്തിൽ സംഭവിച്ചൊന്നും അല്ല. അത് ഞാൻ അരി കഴുകുന്ന സമയത്ത് എന്റെ നിന്ന് വീണ്ടും പോയതാ. ആ സമയത്താണ് കുഞ്ഞ് കരഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കുവോ അതോ ഈ വെള്ളം തുടച്ചുകൊണ്ട് അവിടെ നിൽക്കുവോ? ഞാൻ വിളിച്ച് പറഞ്ഞതാ നിങ്ങളോട്, അവിടെ വെള്ളം ഉണ്ട്, ഒന്ന് തുടച്ചേക്കണെന്ന്. അത് കേൾക്കാതെ തന്നെ ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് ഹേവ് കൊട്ടിന് അതിൽ സ്ലിപ്പായി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാ അമ്മേന്റെ മുമ്പിൽ എന്നെ വിളിച്ചു പറഞ്ഞത്? ഞാനറിയോ കുഞ്ഞ് ആ സമയത്ത് അവിടെ ഓടി വരുന്നുള്ളത്? എന്തായാലും വീണൊന്നും ഇല്ലല്ലോ. അമ്മയുണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും വേണ്ടേ? ഓ, അപ്പൊ അതാണ് കാര്യം. എടാ, കുഞ്ഞവിടെ സ്ലിപ്പായ ശരി, ആ തൊട്ടപ്പുറത്ത് സ്ലാബ് ഇല്ലേ, അതിന് ഞാൻ തലയോ കയ്യോ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബാഗിൽ ചെയർ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് പിടിക്കാൻ പറ്റി. അവിടെ വെള്ളം മറിഞ്ഞിട്ടത് നീ പറഞ്ഞു എന്നുള്ള കാര്യം ശരി. അത് ഞാൻ കേട്ടോന്ന് നീ ഉറപ്പ് വരുത്തിയോ? ഇല്ലല്ലോ. ഇപ്പൊ നീ തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് പോകുമ്പോഴേ അവിടെ അറിയേണ്ട കാര്യം സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ പിന്നെ ആർക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മര്യാദയ്ക്ക് പറയാലോ. ഞാൻ മനഃപൂർവ്വം അവിടെ വെള്ളം കൊണ്ട് ഒഴിക്കോ? എന്റെ അമ്മ അവിടെ വന്നിരിക്കുന്നുണ്ടെന്നുള്ള ചെറിയൊരു ബോധം ഉണ്ടായിരുന്നോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അമ്മ എന്താ വിചാരിച്ചിട്ടുണ്ടാകുക? എന്നെ നാണം കെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മിടുക്കം. അതെ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വിചാരിച്ചിട്ട് നിന്റെ അമ്മ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. അത് നീ വീട്, അമ്മ വന്നു പോവുകയും ചെയ്തു. എന്നിട്ട് നീ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക. നിങ്ങൾക്കെല്ലാം വിട്ടുകളയുള്ള കാര്യങ്ങൾ. എന്റെ അമ്മയ്ക്ക് അത്ര വിഷമമായെന്ന് അറിയും. അവന്റെ മുഖം പാടി നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ അവിടെ എങ്ങനെ നിന്നു നിങ്ങൾ നോക്കിയോ? ദേഷ്യത്തിന് നിങ്ങൾ വാലിരിക്കുന്ന മുഴുവനോട് വിളിച്ചു പറയും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? എൻ്റെ അമ്മ കുറെ ദിവസത്തിന് ശേഷം എന്നെ കാണാൻ വന്നതാ. അന്നേരമാണ് കുട്ടികളെ ഞാൻ നോക്കുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാ ചെയ്യണം, ഉത്തരവാദിത്വം ഇല്ല, എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് എത്ര വിഷമമായിന്നറിയോ? അമ്മ സന്തോഷത്തിൽ വന്നിരുന്നതാ. ഇതെല്ലാം കേട്ട പിന്നെ അമ്മ മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നു.
നിങ്ങളുടെ ഇടയിൽ വെറുതെ പ്രശ്നം വേണ്ട. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ അമ്മയുണ്ട് ഇപ്പൊ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ നീ കരയ, നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെങ്ങാനും വീടുണ്ടെങ്കിലോ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു ചിന്തയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്നുള്ള ശരിയാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിന്നോട് സോറി പറഞ്ഞാൽ തീരുവോ? എന്നാ പിന്നെ സോറി. എടാ ഞാൻ ആ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴേ നിന്റെ അമ്മ അവിടെ നിൽക്കുന്നത് കണ്ടന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു പോയില്ലേ, നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാ. വീട്ടിലെല്ലാരും എന്താണെന്നറിയ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നോട് എന്തും ഇങ്ങനെയാണ്. ഞാൻ വെറുതെ പറയുന്നതാണ് നിങ്ങൾക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് നോക്കെ. അവരെ മനസ്സ് വേദനിപ്പിച്ച് നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാകുക? ഇത് മനസ്സിലാകണമെങ്കിലേ ഏട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ സോറി പറഞ്ഞാൽ എന്തായിരിക്കും? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ല നിന്നോട്, അറിയാണ്ട് പറഞ്ഞു പോയതാണെന്ന്. ഒരു കാര്യം ചെയ്യും, നീ നിന്റെ ഈ ദേഷ്യം വെച്ചിട്ട് അങ്ങനെ നടക്ക്. ഞാൻ മനസ്സിലാവില്ല. ചായ ഉണ്ടാക്ക. പാല് തിളിക്കാൻ തുടങ്ങി കുറെ നേരമായല്ലോ. ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇടാൻ സമയമായി. ഞാൻ ചെയ്തു തരട്ടെ? അയ്യോ വേണ്ടേ. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ വായിന് വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് മതി ഒരു 5-6 ദിവസം മിണ്ടാണ്ട് നടക്കാൻ. അതുകൊണ്ടേ നീ ഒന്ന് തൽക്കാലം ഇവിടുന്ന് പോയിത്താ, എനിക്ക് കുറച്ച് സമാധാനം വേണം. ഇത് ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. അത് ശരി, ഇപ്പൊ ഞാനായി കുറ്റക്കാരി. എല്ലാ തെറ്റും ചെയ്തിട്ട് എല്ലാം കൂടി എന്റെ തലയിലേക്ക് ഇടാൻ നോക്കുക. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ തെറ്റും എന്റെ. അതിന് ഞാൻ സോറിയും പറഞ്ഞു. ഇനിയിപ്പോ വേറെന്ത് പറയാനാ? അതിന് എനിക്കിപ്പോ പിണക്കമൊന്നുമില്ല. ആ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, സങ്കടം. അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ മാറി. ഓ സന്തോഷം, നല്ല കാര്യമില്ല എന്തായാലും. ഇതാ നിനക്കുള്ള ചായ. ചായ എങ്ങനെയുണ്ട്? തീരെ കൊള്ളില്ല. എന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഒരു മര്യാദ കാണിക്കണ്ടേന്ന് പറഞ്ഞിട്ട് കുടിച്ചതാ. 4-5 ദിവസത്തേക്ക് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതെന്താ പിന്നെ പുറകെ വരുന്നത്? അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ആ നേരത്തെ ഈ കുറച്ച് ദിവസമായിട്ടേ എനിക്ക് ഭയങ്കര ദേഷ്യം. അത് ഞാൻ കൺട്രോൾ ചെയ്തോളാം. പിന്നെ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമായി. അതാ പിന്നെ അമ്മേൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചോണ്ടല്ലേ എനിക്ക് അത്രയും വിഷമായത്. അവര് മുന്നിൽ തന്നെ ഞാൻ നിന്നെ അങ്ങനെ വഴക്ക് പറയുമ്പോൾ സ്വാഭാവികം, ഏത് അച്ഛനമ്മയാണെങ്കിലും ചിന്തിക്കും. സ്വന്തം മോളോട് അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരില്ലാത്തപ്പോൾ എങ്ങനെയായിരിക്കും നിന്നോട്? സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറുതെ കാണിക്കാൻ മാത്രമുള്ളതെന്ന് വിചാരിക്കും. അവരങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ടെൻഷനില്ലേ നിനക്ക്? കുഴപ്പമില്ല, എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നു, സംഭവിച്ചു പോയി. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ അമ്മേനെ ഇപ്പം തന്നെ വിളിച്ചിട്ടേ ഒരു സോറി പറയാം. കഴിഞ്ഞില്ലേ നമുക്ക്? ഞാൻ വിളിക്കട്ടെ ഇപ്പം. ആ ഹലോ അമ്മേ, അത് ഞാനാ. ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. കട്ടിങ്. അമ്മ ഒരു സെക്കൻഡേ, വിളിക്കാം. എന്താ? അമ്മേനെ തൽക്കാലം വിളിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. അതൊന്നും സാരല്ലേ. അതെന്ത് പറ്റി? മനസ്സിലെ ദേഷ്യമൊക്കെ മാറിയോ? ദേഷ്യമൊന്നുമില്ല, അതൊക്കെ മാറി. മഴ പെയ്യാൻ പോണ്ടോന്നൊരു സംശയം. അത് ശരിയാ, വെയിലൊക്കെ ഇങ്ങോട്ട് പോയി.
അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഒരു വെയിൽ കഴിഞ്ഞിട്ട് തണുത്തൊരു മഴ പെയ്യുമ്പോ നല്ല രസമല്ലേ? എടാ, നമ്മുടെ ലൈഫ് അങ്ങനൊക്കെ തന്നെയാണ്. ഈ ചെറിയ ചെറിയ പിണക്കങ്ങളും കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ഈ ഇണങ്ങല്ലേ. അപ്പൊ അതിനുണ്ടാവുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നല്ല രസമുള്ള സംഭവം. നമുക്കേ ഒരു ചായ കൂടെ കുടിച്ചാലോ?